نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل أتاك حديث ضيف إبراهيم المكرمين إذ دخلوا عليه فقالوا سلاما قال سلام قوم منكرون يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹാദനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഞാൻ ഇന്ന ഒരു പ്രവാചകന്റെ മില്ലത്തിലാണെന്ന് പഠിപ്പിച്ച ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില സുപ്രധാനമായ സംഭവങ്ങളുമാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു വെച്ചത്. പ്രത്യേകിച്ച് ആ ഒരു പ്രവാചകന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കാനുള്ള കാരണം, നമ്മളിപ്പോഴുള്ളത് ദുൽഹിജ്ജ മാസത്തിലാണ്. ഒട്ടേറെ ആളുകൾ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി മക്കയിലെത്തുകയും അതിൻ്റെ കർമ്മങ്ങളിലൂടെ നീങ്ങുകയുമാണ്. അതിലെ പല കർമ്മങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് വളരെ കുറഞ്ഞ രൂപത്തിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നും അദ്ദേഹത്തിൻ്റെ ജനനത്തിനെക്കുറിച്ചും അദ്ദേഹത്തിന് നുബൂവത്ത് കിട്ടിയതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപാടിനെക്കുറിച്ചുമൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അതിൽ ഏറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് ആ നാട് മുഴുക്കെ
ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് എതിരായി വലിയ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അതിലേക്ക് ഇട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ ഒരു തൗഫീക്ക് കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഒരു പോറലുമേൽക്കാതെ അദ്ദേഹം പുറത്തേക്ക് വരികയും ചെയ്തു. ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അന്നത്തെ ഇറാഖിലെ ഭരണാധികാരിയായ നമ്രൂദ് എന്ന് പറയുന്ന രാജാവ് അറിയുന്നത്. ഈ നമ്രൂദ് രാജാവ് തന്റെ കിങ്കരന്മാരെ വിട്ടുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. ഈ നമ്രൂദ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അധികാരത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ റബ്ബാണെന്ന് അവകാശപ്പെട്ട, റുബൂബിയത്ത് അവകാശപ്പെട്ട ചരിത്രത്തിലെ രണ്ടാളുകളിൽ ഒന്ന് ഫിർഔനാണെങ്കിൽ മറ്റൊന്ന് നമ്രൂദായിരുന്നു. അത്രയും വലിയ ധാർഷ്ട്യത്തിന്റെ ഉടമയായിരുന്നു ഈ നമ്രൂദ് രാജാവ്. നമ്രൂദ് രാജാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് നടക്കുന്ന ചില സംഭാഷണങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2-ാം അധ്യായം സൂറത്തു ബഖറയിലെ 258-ാമത്തെ ആയത്തിലൂടെ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക്ക്. തന്റെ പ്രവാചകനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചില തർക്കങ്ങൾ നടത്തിയിട്ടുള്ള ഒരു രാജാവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തർക്കിച്ചവനെ പറ്റി നീ അറിഞ്ഞിട്ടുണ്ടോ? വീണ്ടും അല്ലാഹു പറയുന്നു, ഇത് ഖാല ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന സന്ദർഭം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കാണ്, ഇബ്രാഹിം നീ പറയുന്ന റബ്ബാരാ? നമ്രൂദിന്റെ ചോദ്യമാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്. എന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. വളരെ കൃത്യമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ വാക്ക് പറഞ്ഞു. ഉടനെ ഈ ധാർഷ്ട്യത്തിന്റെ ഉടമയായിട്ടുള്ള നമ്രൂദ് രാജാവ് പറയുകയാണ്, എങ്കിൽ അന ഉഹ്യീ വഉമീത്, ഞാനും അങ്ങനെ തന്നെയാണ്, ഞാനും ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. എന്നിട്ട് അയാൾ ചെയ്ത ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2 ആളുകളെ കൊണ്ടുവരപ്പെട്ടു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, അവരിൽ ഒരാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ രക്ഷപ്പെട്ടോ, നിന്നെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. മറ്റേയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയാണ്, ഇതാ ഞാൻ ഒരാൾക്ക് ജീവൻ കൊടുത്തു, മറ്റേയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഞാനാണ് ജീവൻ നൽകുന്നവനും മരിപ്പിക്കുന്നവനും. നീ പറഞ്ഞ റബ്ബിന്റെ സ്ഥാനം എനിക്കുണ്ട്. ഇത് നമ്രൂദ് രാജാവ് പറഞ്ഞ സമയത്ത് ബാലിശമായ ആ വ്യക്തിയുടെ മറുപടിക്ക് തിരിച്ച് അതേപോലുള്ള ഒരു മറുപടിയല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരൊറ്റ ചോദ്യം മാത്രം, നിങ്ങൾ ഇങ്ങനെ ജീവിപ്പിക്കുന്നവരും മരിപ്പിക്കുന്നവരുമാണെങ്കിൽ ഖാല ഇബ്രാഹിം ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. എങ്കിൽ എന്റെ റബ്ബായ അല്ലാഹു ഈ ഒരു സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിച്ച് പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്നുണ്ട്. നീ തിരിച്ചൊന്ന് ചെയ്യാൻ പറ്റുമോ? ഈ സൂര്യന്റെ ഉദയാസ്തമയങ്ങൾ തിരിച്ചൊന്ന് മാറ്റം വരുത്താൻ കഴിയുമോ? ആ വാചകത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതും ഫബുഹിതല്ലദീ കഫർ, ആ കാഫിർ മിണ്ടാട്ടം മുട്ടിപ്പോയി. പിന്നെ അവരൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ഇതിലെങ്ങനെ തർക്കിക്കും? ഈ ഒരു സംഭവം കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് രക്ഷപ്പെടുകയാണ്. പിന്നീട് അദ്ദേഹത്തിന് അറിയാം, ഇനി ആ നാട്ടിൽ നിൽക്കുക എന്നത് പ്രയാസകരമാണ്. നാട് മുഴുക്കെ എതിരാകുക, സ്വന്തം പിതാവ് പോലും എതിരാകുക, എന്തിനേറെ ആ നാടിന്റെ ഭരണാധികാരിയായിരുന്ന നമ്രൂദ് രാജാവും പരിവാരങ്ങളും എല്ലാം എതിരായി. ഇനി ആ നാട്ടിൽ നിൽക്കാൻ കഴിയൂല എന്നതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബറക്കത്താക്കപ്പെട്ട ഒരു നാട്ടിലേക്ക് പോകാൻ വേണ്ടി പറയാം. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെയുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പിതൃവ്യപുത്രനായിട്ടുള്ള ഹാറാന്റെ മകനായിട്ടുള്ള ലൂത്ത് നബി അലൈഹിസ്സലാം മാത്രമാണ്. ആ ഒരു നാട്ടിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചത് ലൂത്ത് നബി അലൈഹിസ്സലാം മാത്രമായിരുന്നു.
വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. ഫആമന ലഹു ലൂത്ത് വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി. ഇവിടെ ഫആമന, അദ്ദേഹത്തിൽ വിശ്വസിച്ചു, ലഹു അദ്ദേഹത്തിനെ കൊണ്ട്, ലൂത്ത് നബി അലൈഹിസ്സലാം മാത്രമാണ് വിശ്വസിച്ചത്, വേറെ ആരും വിശ്വസിച്ചില്ല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ലൂത്ത് നബി അലൈഹിസ്സലാമും കൂടി സിറിയയിലേക്ക് പുറപ്പെടുകയാണ്, ഷാമിലേക്ക്. ഷാം എന്ന് പറയുമ്പോൾ ഇന്നത്തെ സിറിയയും ജോർദാനും ലബനാനും ഫലസ്തീനും എല്ലാം ഉൾക്കൊള്ളുന്ന നാടാണ്. ആ ഷാമിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പോകാൻ വേണ്ടി പറഞ്ഞു. ആ ഒരു യാത്രയിൽ വെച്ചാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിവാഹം നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് കേവലം ഒരു ചരിത്രം കേട്ടു പോകാനല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യവിശ്വാസിക്ക് ഉദാത്തമായ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ അത് കേവലം ദഅവത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, അത് കേവലം ഒരു പ്രബോധനത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഒരു നബി എന്ന നിലക്ക് മാത്രമല്ല, ഒരു ഭർത്താവ് എന്ന നിലക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ മാതൃകയുണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബജീവിതം ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് കൂടിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ലൂത്ത് നബി അലൈഹിസ്സലാമും പോകുന്ന ഭാഗത്ത് വെച്ച് ഹറാ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിവാഹം കഴിക്കുന്നത് മഹദിയായ സാറാ ബീബിയെ. സാറാ ബീബി എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതൃവ്യ പുത്രിയാണ്, പിതാവിന്റെ സഹോദരന്റെ മകൾ കൂടിയാണ്. അങ്ങനെ അവരെ വിവാഹം കഴിച്ചു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ലോകത്തെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള സ്ത്രീ അത് ഹവ്വാ ബീബിയാണ്. കാരണം അവർ സ്വർഗത്തിൽ വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. എങ്കിൽ ഹവ്വാ ബീബി കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ സൗന്ദര്യം ആർക്ക് എന്ന വിഷയത്തിൽ വിശദീകരിക്കപ്പെട്ടത് നമുക്ക് കാണുവാൻ സാധിക്കും, അത് സാറാ ബീബിക്കായിരുന്നു. അവർ വിശ്വാസിനി കൂടിയായിരുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും സാറാ ബീവിയും ലൂത്ത് നബി അലൈഹിസ്സലാമും കൂടി സിറിയയിലേക്ക് ചെന്നു. അവിടെയും എന്താണോ ഇറാഖിൽ അനുഭവിക്കേണ്ടി വന്നത് അതേ അനുഭവങ്ങൾ തന്നെ. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത് അവിടെ സൗകര്യം കിട്ടാൻ വേണ്ടിയല്ല, മറിച്ച് തന്റെ ആദർശ സംരക്ഷണത്തിന് വേണ്ടിയാ. ഇറാഖിൽ മുസ്ലിമായി ജീവിക്കാൻ പ്രയാസമായതുകൊണ്ടാണ് സിറിയയിലേക്ക് പോയത്. എന്നാൽ അവിടെയുള്ള ആളുകളും അതുപോലെ തന്നെ അവരും യഥാർത്ഥ ഇസ്ലാം സ്വീകരിക്കാൻ റെഡിയല്ലായിരുന്നു. വിമർശനങ്ങളുമായി, ആരോപണങ്ങളുമായി അവർ വന്നു. അവിടെ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും സാറാ ബീവിയും കൂടി സിറിയയിൽ നിന്ന് ഈജിപ്തിലേക്ക് പുറപ്പെടുകയാണ്. സിറിയയിൽ നിന്ന് അവർ ഈജിപ്തിലേക്ക് പോയി. ഈ ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു മുസ്ലിമായി ജീവിക്കാൻ എത്രത്തോളം ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന്. ഒരു മുസ്ലിമായി ജീവിക്കാൻ പ്രയാസകരമായ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുക, അവിടെയും നിൽക്കാൻ കഴിയാതെ വേറൊരു നാട്ടിലേക്ക് പോകുക, ആയിരക്കണക്കിന് കിലോമീറ്റർ ഇന്നത്തെ സൗകര്യങ്ങൾ വെച്ചുകൊണ്ടല്ല, അന്നത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുറപ്പെട്ടു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും സാറാ ബീവിയും കൂടി അന്നത്തെ മിസ്റിലേക്ക് അഥവാ ഈജിപ്തിലേക്ക് എത്തി. ഈജിപ്തിലെ അന്നത്തെ ഭരണാധികാരി ഉണ്ടായിരുന്നു ഒരു ഫിറഔൻ. ഈ ഫിറഔൻ എന്ന് പറയുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള ആൾക്ക് മാത്രമല്ല, ഫറോവ എന്നുള്ള പ്രയോഗം ഈജിപ്തിലെ ഭരണാധികാരികൾക്ക്, അവിടുത്തെ രാജാക്കന്മാർക്ക് പൊതുവായി പറയുന്ന പേരാണ്. നമ്മുടെ നാട്ടിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നൊക്കെ അതിങ്ങനെ കാലത്തിനനുസരിച്ച് കൊണ്ട് മാറ്റം വരും. ഒരു 20 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പ്രധാനമന്ത്രിയല്ല ഇപ്പോ. ഒരു പക്ഷേ ഒരു 20-30 കൊല്ലം കഴിഞ്ഞാൽ വേറെ ആളുകളാവും. ഇതുപോലെ മാറ്റങ്ങൾ വരും. അതുപോലെ അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോകുന്ന സമയത്ത് ഒരു ഫറോവ ഉണ്ടായിരുന്നു, വളരെ മോശം സ്വഭാവത്തിന്റെ ഉടമ. ഏതൊരു സ്ത്രീയെ കണ്ടാലും അത് തന്നിലേക്ക് ആഗ്രഹിച്ചുകൊണ്ട്, ആ സ്ത്രീയെ ആഗ്രഹിച്ചുകൊണ്ട് ആ സ്ത്രീയെ തന്റെ കിടപ്പറയിലേക്ക് കൊണ്ടുവരണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ബലപ്രയോഗം നടത്തുകയും ചെയ്ത വ്യക്തി. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും സാറാ ബീവിയും കൂടി ഈജിപ്തിലെത്തി. അവർ വന്നു എന്ന വാർത്ത പല ആളുകളിലൂടെ ഇങ്ങനെ അറിയാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ഒരു രാജാവിന്റെ ഒരു കിങ്കരൻ സാറാ ബീവിയെ കാണുന്നത്. ഏറെ സൗന്ദര്യമുള്ള സ്ത്രീ ആയതുകൊണ്ട് തന്നെ അയാൾ വേഗം വന്നുകൊണ്ട് രാജാവിനോട് പറയാണ്, വളരെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കണ്ടു, തീർച്ചയായും രാജാവേ അത് നിങ്ങൾക്ക് യോജിക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരിക്കലും വേറെ ഒരാൾക്കും അത് പറ്റൂല. ഈ രാജാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അയാളുടെ വാക്ക്. അങ്ങനെ രാജാവിന്റെ കിങ്കരന്മാരായ ഭടന്മാരായ ആളുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കിലേക്ക് എത്തി.
നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം, ഒരു മനുഷ്യൻ എത്രത്തോളം വലിയ പരീക്ഷണങ്ങളിലേക്ക് എത്തപ്പെടുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ നാട്ടിലെത്തുമ്പോൾ ഒരാൾ പോലും അദ്ദേഹത്തെ സഹായിക്കാനില്ല. ആ നാട്ടിലെ ഭരണാധികാരിയും എതിരാവുക. ഈ ഒരവസ്ഥ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ ഭാര്യയായ സാറാ ബീബിനോട് പറഞ്ഞു, തീർച്ചയായും അവര് വന്നിട്ട് നിന്നോടും എന്നോടൊക്കെ ചോദ്യം ചോദിക്കും. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാ നീ എന്റെ സഹോദരിയാണെന്ന്. നിന്നോട് ചോദിച്ചാൽ എന്റെ സഹോദരനാണെന്ന് പറഞ്ഞാൽ മതി, ഭാര്യയാണെന്ന് പറയണ്ട, ഭർത്താവാണെന്ന് പറയണ്ട. കാരണം അത് പറഞ്ഞാൽ ഒരു പക്ഷേ ആ ഒറ്റ കാരണം കൊണ്ട് അവർ ഒരുപാട് ഉപദ്രവങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. ഇതൊരിക്കലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ കളവല്ല, മറിച്ച് ആ ഹദീസിൽ തന്നെ കാണുവാൻ സാധിക്കും, അല്ലെങ്കിൽ അതിന്റെ വിശദീകരണത്തിൽ കാണുവാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഈ നാട്ടിൽ നീയല്ലാതെ എനിക്കൊരു സഹോദരിയോ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിലുള്ള ഒരു സഹോദര്യ ബന്ധം വേറെ ആരുമില്ല. നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമാണുള്ളത്. അവർ തീരുമാനിച്ചു അങ്ങനെ പറയാൻ. ശരിക്കും ഇസ്ലാം അൽ മുസ്ലിമോ ഖുൽ മുസ്ലിം എന്ന, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുക്കിലേക്ക് ഈ കിങ്കരന്മാർ വന്നു, ചോദിച്ചു ഇതാരാണ്? അദ്ദേഹം പറഞ്ഞു, ഉഖ്തി, എന്റെ സഹോദരിയാണ്. എങ്കിൽ ഈ ഒരു സ്ത്രീയെ, നിന്റെ സഹോദരിയെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം. രാജാവ് പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്, അതിനുവേണ്ടി പറഞ്ഞയച്ചതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് ഒരു നിവൃത്തിയില്ല, അദ്ദേഹം വിട്ടു. ആ പോകുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ ഭാര്യയോട് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ചില ഉപദേശങ്ങളും ചില പ്രതീക്ഷകളും നൽകുന്നുണ്ട്. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ആ ഭാര്യയെ കൊണ്ടുപോയതും ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. കാരണം എന്റെ പ്രശ്നം പറയാൻ എന്റെ റബ്ബിനോട് മാത്രമേ കഴിയൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ, തന്റെ ഭാര്യയെ രക്ഷിച്ചു കിട്ടാനുള്ള പ്രാർത്ഥനകൾ. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, സാറാ ബീവിയെയും കൊണ്ട് ഈ ഒരു രാജാവിന്റെ അടുക്കിലേക്ക് കിങ്കരന്മാരെത്തി. സാറാ ബീവിയെ കണ്ടതും ഇയാൾ വളരെ താല്പര്യപൂർവ്വം സാറാ ബീവിയുടെ അടുക്കിലേക്ക് വന്നു. ഹദീസിൽ കാണുവാൻ സാധിക്കും, അയാൾ വരുന്ന സമയത്ത് തന്നെ മഹദിയായ സാറാ ബീവി നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇൻ കുൻതു ആമൻതു ബിക വബിറസൂലിക വഅഹ്സൻതു ഫർജി ഇല്ലാ അലാ സൗജി ഫലാ തുസല്ലിത് അലയ്യൽ കാഫിർ. അല്ലാഹുവേ, ഞാനിതാ നിന്നിൽ വിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ നിന്നിൽ വിശ്വസിക്കുകയും നിന്റെ പ്രവാചകനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ ഗുഹ്യസ്ഥാനത്തെ എന്റെ ഭർത്താവിനല്ലാതെ മറ്റുള്ളവർക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ധിക്കാരിയുടെ കാര്യത്തിൽ എന്നെ നീ സംരക്ഷിക്കണമേ. കൃത്യമായ വാചകങ്ങളാണ് ഹദീസിൽ കാണുവാൻ സാധിക്കും. മഹദിയായ സാറാ ബീവി ഈ പ്രാർത്ഥന നടത്തിയതും സാറാ ബീവിയിലേക്ക് കൈകൾ നീട്ടി വന്ന ആ മനുഷ്യന്റെ കൈയിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു. അയാൾക്ക് കൈകൾ അനക്കാൻ കഴിയാതെ അയാൾ അവിടെ നിന്നു. അയാൾ ഉടനെ അവിടെ വെച്ചുകൊണ്ട് സാറാ ബീബിനോട് പറയുന്നുണ്ട്, നീ എനിക്ക് പുറത്തുതാ, എന്റെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റ്, ഞാൻ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കൂല. ആ സമയത്ത് സാറാ ബീബി നമസ്കാരത്തിന് വേണ്ടി നിന്നു. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ആ മനുഷ്യന്റെ ശരീരത്തിലെ ആ പ്രയാസങ്ങൾ നീക്കപ്പെട്ടു. വീണ്ടും അയാൾ വന്നു. അപ്പോഴും ആ മനുഷ്യന്റെ കൈകളുടെ സ്വാധീനം നഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ തവണ, മൂന്നാമത്തെ തവണ, 3 തവണ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ തവണയും ആയപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇതൊരിക്കലും സാറാ ബീവിയെ തനിക്ക് കിട്ടൂല എന്നുള്ളത്. ഹദീസിൽ കാണുവാൻ സാധിക്കും. എന്നിട്ട് ഈ മനുഷ്യൻ തന്റെ അടുക്കലേക്ക് ആ സാറാ ബീവിയെ കൊണ്ടുവന്നിട്ടുള്ള ആളെ വിളിച്ചു. എന്നിട്ട് ഫഖാല ലഹു, അയാളോട് പറയാണ്, ഇന്നക ഇന്നമാ അതൈതനി ബിശൈത്താൻ വലം തഅതിനി ബിഇൻസാൻ. നീ കൊണ്ടുവന്നത് ഒരു ശൈത്താനെയാണ്, അതൊരിക്കലും ഒരു ഇൻസല്ല, ഒരു മനുഷ്യനല്ല. കാരണം അടുത്തേക്ക് ചെല്ലാൻ കഴിയണില്ല, അപ്പോഴേക്ക് എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു രാജാവിനൊരു ബോധ്യപ്പെടലാണ്, ഒരിക്കലും സാറാ ബീവിയെ തനിക്ക് പ്രാപിക്കാൻ കഴിയൂല. ഹദീസിൽ കാണുവാൻ സാധിക്കും. എന്നിട്ട് ആ സാറാ ബീവിയുടെ വിഷയത്തിൽ ഈ മനുഷ്യനോട് പറയാണ്, അവരെവിടുന്ന് പുറത്താക്കിക്കോ, അവരെവിടുന്ന് പറഞ്ഞയച്ചണം, ഇവിടെ നിർത്തണ്ട, ഈ നാട്ടിൽ തന്നെ നിർത്തേണ്ടതില്ല. എന്നിട്ടോ ഖാല വഅഅതിയ ഹാജർ, ഈ ഒരു രാജാവ് തന്റെ വൃദ്ധയായിരുന്ന ഹാജർ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ ഹാജറിനെ സാറാ ബീവിക്ക് നൽകിയിട്ട് തന്റെ തോഴിയായി തന്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി നൽകുകയും ചെയ്തു.
ഈ സംഭവം കഴിഞ്ഞ് സാറ ബീവി ഹാജറിനെയും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അവരിങ്ങനെ നടന്നു വന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് ചെന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവരെ കണ്ടു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അപ്പോഴും നമസ്കാരത്തിലാണ്, റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം തന്റെ നമസ്കാരം അവസാനിപ്പിച്ചപ്പോ ഫഖാല ലഹാ, അദ്ദേഹം തന്റെ ഭാര്യയോട് ചോദിച്ചു, മഹ്യം, എന്തു പറ്റി? എന്താ സംഭവിച്ചതെന്താ? അവിടെ എന്തു പറ്റി? ആ സമയത്ത് മഹദിയായ സാറാ ബീബി പറയാണ്, ഖൈറൻ, നല്ലത് മാത്രം, നല്ലത് മാത്രം സംഭവിച്ചിട്ടുള്ളൂ. കഫല്ലാഹു യദൽ ഫാജിർ, ആ ഒരു തെമ്മാടിയുടെ കൈകളിന്റെ സ്വാധീനം അല്ലാഹു നഷ്ടപ്പെടുത്തി. വഅഖ്ദമ ഖാദിമ, ഇതാ എനിക്കൊരു ഖാദിമിനെ നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രങ്ങളൊക്കെ കേവലം ഒരു ചരിത്രം കേട്ട് കഥ കേട്ട് പോകാനുള്ളതല്ല. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയുടെ മൂർച്ച എത്രത്തോളം ഉണ്ടെന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അല്ലാഹു നൽകി. സാറാ ബീവിയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി. എങ്കിൽ അവർക്കെല്ലാം ആ ഉത്തരം ലഭിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതൊരു റബ്ബിനോടാണോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത്, അതേ റബ്ബിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ ചോദിച്ചിട്ട് നടക്കണില്ല? അവിടെ നമ്മൾ പരിശോധിക്കണം, നമ്മളെ പരിശോധിക്കണം, നമ്മുടെ ഈമാനൊന്ന് അളക്കണം. എവിടെയാണ് നമുക്ക് പോരായ്മയുള്ളത്? അവിടെ നമസ്കാരത്തിൽ നിരന്തരമായി കരഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? നമുക്ക് പറയാൻ പറ്റുമോ, ഞാൻ നിസ്കരിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നു? അവിടെയാണ് നമ്മുടെ നമസ്കാരത്തിൽ പോരായ്മയുണ്ട്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ നമ്മൾ തിരുത്തുക തന്നെ വേണം. ഏതായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഭാര്യയായ സാറയെയും ആ സാറാ ബീവിക്ക് കിട്ടിയിട്ടുള്ള ഹാജറിനെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് തിരിച്ചു വന്നു. അടുത്ത രാജ്യം ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക്, സിറിയയിൽ നിന്ന് ഈജിപ്തിലേക്ക്, ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് വന്നു. അവർ വന്നു എന്ന വാർത്ത ലൂത്ത് നബി അലൈഹി സ്വലാമും അറിഞ്ഞു. ലൂത്ത് നബി അലൈഹി സ്വലാം സിറിയയിൽ നിന്ന് വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന സമയത്താണ് അള്ളാഹുവിന്റെ കൽപ്പന വീണ്ടും വരുന്നത്, ലൂത്ത് നബി അലൈഹി സ്വലാമിനോട് സിറിയയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ, ജോർദാനിന്റെ ഭാഗത്തുള്ള സദൂം എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് പോകാൻ. അവിടുത്തെ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കിടയിൽ വലിയ ഒരു ഫാഹിഷത്ത്, ഏറ്റവും മോശമായ ഒരു പ്രവർത്തനം, ഒരു ഖബീസായ ഒരു കാര്യം, മ്ലേച്ഛമായ ഒരു കാര്യം, ആണും തമ്മിൽ വിവാഹത്തിൽ ഏർപ്പെടുന്ന, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന, പെണ്ണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്വവർഗരതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമൂഹം അധപ്പതിച്ചിട്ടുണ്ട്. അവരെ ഗുണദോഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും സാറയും ഹാജറും കൂടി ഫലസ്തീനിൽ തന്നെ കടിച്ചുകൂട്ടി. അപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് മക്കളില്ല. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഏകദേശം 87 വയസ്സായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം 86 വയസ്സായി. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള സാറാ ബീവിക്ക് മനസ്സിലായി, ഇനി എനിക്ക് മക്കൾ ഉണ്ടാവില്ല, ഞാനൊരു വന്ധ്യയാണ്, കുട്ടികളില്ലാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാകുക. അവര് തന്റെ അടിമയായിരുന്ന, അല്ലെങ്കിൽ തനിക്ക് സേവനം ചെയ്യാനായിക്കൊണ്ട് ആ ഫിർഔൻ നൽകിയിട്ടുള്ള ഹാജറിനെ ഇബ്രാഹിം നബിക്ക് സമ്മാനമായിട്ട് കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെ ഏറ്റെടുത്തു, അവരുടെ അടിമത്ത മോചത്തിൽ നിന്നും മോചിപ്പിച്ചു. അതിനുശേഷം അവരെ വിവാഹം കഴിച്ചു. അങ്ങനെ 2 ഭാര്യമാരുമായി കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിക്കുന്ന സമയത്താണ് അള്ളാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹം ഹാജറിലേക്ക് വരുന്നത്. ഹാജർ ഗർഭിണിയായി. ഹാജറാ ബീവി ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു കുട്ടിയെ പ്രസവിച്ചു. വീണ്ടും സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. പക്ഷേ അവിടെ കുടുംബ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് സാറയും ഹാജറും തമ്മിൽ ചെറിയ മുഷിപ്പുകൾ ഉണ്ടാകുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് ഹാജറിനെയും ഇസ്മായിലിനെയും കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇവിടെ മക്ക എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് ബിൽഡിങ്ങുകളുള്ള
മക്ക ടവർ പോലുള്ള കഅബയുള്ള ഒന്നുമില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയുടെ പ്രദേശത്തേക്ക് വരുന്ന സമയത്ത് വിജനമായ മരുഭൂമിയല്ലാതെ ഒരുപാട് മലകൾ കുത്തി നിർത്തി എന്നല്ലാതെ വേറൊന്നും അവിടെ ഇല്ല. 4 മലകൾക്കുള്ളിലുള്ള ഭാഗത്തേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നു. തന്റെ ഭാര്യയായ ഹാജറിനെ അവിടെ നിർത്തി. അവരുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു. കുറച്ചു വെള്ളവും ഏതാനും കാരക്കയും അവരെ ഏൽപ്പിച്ചുകൊണ്ട് വേറെ ഒന്നും ഉരിയാടാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു പോവുകയാണ്. ഒരു നാട്, ആ നാട്ടിലൊരു മനുഷ്യൻ പോലുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടുന്ന് തിരിഞ്ഞു പോകുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിക്കുകയാണ് മഹദിയായ ഹാജർ, അല്ലാഹുല്ലദീ അമറക യാ ഇബ്രാഹിം, അല്ല ഇബ്രാഹിം നബിയെ, അല്ലാഹുവാണോ നിങ്ങളോട് ഞങ്ങളെ ഈ വിഷയത്തിൽ ഇവിടെ നിർത്താൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത്? അള്ളാന്റെ കൽപ്പന പ്രകാരമാണോ ഇവിടെ ഒരു മനുഷ്യന് പോലുമില്ലാത്ത ഈ നാട്ടിൽ എന്നെയും കുഞ്ഞിനെയും ഇവിടെ നിർത്തിപ്പോകണമെന്ന് അള്ളാന്റെ തീരുമാനമാണോ, അള്ളാന്റെ കൽപ്പനയാണോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരൊറ്റ വാക്ക് മാത്രം, നഅം ബല, അത് അള്ളാഹ് പറഞ്ഞത്, വേറൊന്നുമില്ല. തിരിഞ്ഞു പോകുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. റബ്ബേ, ഇതാ എന്റെ ഭാര്യനെ, എന്റെ മക്കളെ ഞാൻ ഇവിടെ ഏൽപ്പിക്കണം. ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത ഈ നാട്ടിൽ നിന്റെ കൽപ്പന പ്രകാരമാണ് ചെയ്യണത്. ആ രംഗൊന്ന് ആലോചിച്ച് നോക്കി കാണി. 86 കൊല്ലം ജീവിച്ചു. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ആ മകനെ കിട്ടുന്നത്, ആ മകനെ പോറ്റി വളർത്തി സന്തോഷത്തോടുകൂടി ആ മകന്റെ കളിയും ചിരിയും കാണേണ്ട സമയം അള്ളാന്റെ തീരുമാനമാണ് അവിടുന്ന് മാറ്റി നിർത്തുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചുപോയി. ആ മക്കയിൽ ഹാജറും ഇസ്മായിലും ബാക്കിയായി. ഏതാനും ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. കയ്യിലുള്ള വെള്ളവും തീർന്നു, അവരുടെ കയ്യിലുണ്ടായിരുന്ന കാരക്കയും തീർന്നു. മഹദിയായ ഹാജറിനെ സംബന്ധിച്ചിടത്തോളം മുലപ്പാല് കൊടുക്കേണ്ട പ്രായത്തിലാ കുട്ടിയുള്ളത്. അവർക്കും ഭക്ഷണമില്ല, വെള്ളമില്ല, കുട്ടി കരയാൻ തുടങ്ങി. അവർക്കാകട്ടെ പാലുമില്ല. ആ സമയത്ത് മഹദിയായ ഹാജർ ഒരു കുന്നിന്റെ ഭാഗത്തേക്ക് കയറി, സൊഫ എന്ന് പറയുന്ന കുന്ന്. അവിടെ നിന്നുകൊണ്ട് നോക്കുകയാണ്, വല്ല വെള്ളവുമുണ്ടോ, എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. വീണ്ടും അടുത്ത കുന്നിന്റെ ഭാഗത്തേക്ക് കയറി, മറുവയുടെ കുന്നിലേക്ക്. തിരിഞ്ഞും മറിഞ്ഞും 7 തവണ പോയി. അതാണ് ഇന്നും നമ്മൾ സഫയുടെയും മറുവയുടെയും ഇടയിൽ നടക്കുന്ന സഅയ് എന്ന് പറയുന്നത്. ആ ചരിത്രത്തെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലാണ്. അവർ കുറെ അന്വേഷിച്ചുവെങ്കിലും വെള്ളം കിട്ടിയില്ല. ആ സമയത്താണ് അവരൊരു ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം കേട്ടപ്പോൾ അവര് പറഞ്ഞു, നിന്റെ അടുക്കൽ വല്ല സഹായവും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്ക്. അവര് നോക്കുന്ന സമയത്ത് ഒരു മലക്കിനെയാണ് കാണുന്നത്. ആ മലക്ക് തന്റെ ചിറക് കൊണ്ട് ഒരു കുഴി കുഴിച്ചു, ഒരു ഭാഗത്തേക്ക് കുത്തി, അവിടെ നിന്നുകൊണ്ട് വെള്ളം വന്നു. പല ആളുകൾ മനസ്സിലാക്കുന്നത് പോലെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം കാലിട്ടടിച്ചപ്പോഴല്ല സംസം ഉണ്ടായിട്ടുള്ളത്. അത് ഹദീസിൽ എവിടെയും വന്നിട്ടില്ല. മറിച്ച് മലക്കിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. ആ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. ആ വെള്ളം ഇങ്ങനെ വരുന്ന സമയത്താണ് മഹദിയായ ഹാജറ ബീബി ഓടി വന്നുകൊണ്ട് സംസം എന്ന് പറയുന്നത്, നിൽക്ക് എന്നുള്ള ഒരു പ്രയോഗം. അവരവിടെ കെട്ടി നിർത്തി. അപ്പോഴും ഒരു മനുഷ്യനും അവിടെയില്ല. ആ ഉമ്മയും മകനും കൂടി അവിടെ താമസിക്കുന്ന സമയത്താണ് യമനിൽ നിന്ന് ജുർഹൂം എന്ന് പറയുന്ന ഒരു ഗോത്രത്തിന്റെ കുറെ ആളുകൾ വരുന്നത്. അവരിങ്ങനെ ഓരോ ഭാഗത്ത് ജിപ്സികളായിട്ട് വരുന്നവരാണ്. പല നാടുകളിലേക്കും വന്ന് അവിടെ കുറെ കാലം കഴിച്ചുകൂട്ടും, പിന്നെ അടുത്ത പ്രദേശം നോക്കും, അങ്ങനെ പോകുന്നവരാണ്. അവരിങ്ങനെ വരുന്ന സമയത്താണ് ഒരു ഭാഗത്ത് ഇങ്ങനെ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് കാണുന്നത്. അവർക്ക് മനസ്സിലായി അവിടെ വെള്ളമുണ്ടാകും. 2 ആളെ പറഞ്ഞയച്ചു. അന്ന് നോക്കുമ്പോൾ ഒരു ഉമ്മയും മകനും മാത്രം. അവരോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇവിടെ വല്ല ഓഹരിയും കിട്ടുമോ? ഞങ്ങളിവിടെ താമസിച്ചു കൊള്ളട്ടെ. ആ സമയത്ത് ഹാജറ ബീബി പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. നിങ്ങൾക്ക് സംസമിൽ അധികാരമുണ്ടാവില്ല. ആ അധികാരം പൂർണ്ണമായി കൊണ്ട് ഹാജറ ബീബിയിലാണ്. അവർ സമ്മതിച്ചു. അങ്ങനെ ആ സമൂഹം അവിടെ വന്നു. പിന്നീട് വേറെയും ആളുകൾ വന്നു. അങ്ങനെ അവിടെ താമസിക്കാൻ തുടങ്ങി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം അപ്പോഴെല്ലാം അദ്ദേഹം ഫലസ്തീനിലാണുള്ളത്. ഫലസ്തീനിൽ നിന്ന് വീണ്ടും അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം വരികയാണ്. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പറയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വീണ്ടും അള്ളാഹു പരീക്ഷിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു സ്വപ്നം കാണാണ്. തന്റെ മകനെ അറുക്കണമെന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പന. സാധാരണ ആളുകളെ പോലെയല്ല പ്രവാചകന്മാരുടെ സ്വപ്നം. ആ സ്വപ്നം എന്ന് പറഞ്ഞാൽ വഹയിന്റെ ഒരു ഭാഗമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ നിന്നുകൊണ്ട് ഫലസ്തീനിൽ നിന്ന് വീണ്ടും പുറപ്പെടുകയാണ്.
മക്കത്തേക്ക്. വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഖുർആനിന്റെ ആയത്തിൽ കാണുവാൻ സാധിക്കും, ആ സമയത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഓടിച്ചാടി നടക്കാൻ ആ ഒരു പ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 10 വയസ്സിലേറെ എത്തിയിട്ടുണ്ട് എന്നാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു വാചകം, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. എന്റെ പൊന്നുമോനെ, അള്ളാഹുവിന്റെ ഒരു കൽപ്പനയുണ്ട്. ഞാൻ സ്വപ്നത്തിൽ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരു തീരുമാനമുണ്ട്, നിന്നെ അറുക്കണമെന്നുള്ളതാണ്. ഫൻദുർ മാദാ തറാ, എന്താ മോനെ നിന്റെ അഭിപ്രായം? പാപ്പങ്ങനെ ഒരു തീരുമാനം പറയല്ല, അഭിപ്രായം ചോദിക്കുക. അങ്ങനെ ഒരു തീരുമാനം അള്ളാന്റെ അടുക്കൽ നിന്ന് വന്നിട്ടുണ്ട്, എന്താ നിന്റെ അഭിപ്രായം? ആ സമയത്ത് വാപ്പയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറയാണ്, ഇഫ്അൽ മാ തുഅ്മർ. ബാപ്പ, എന്താണോ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ചെയ്തു. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. തീർച്ചയായും സ്വബർ കാണിക്കുന്ന ക്ഷമാശാലികളിൽ എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു നാട്ടിലേക്ക് ഉമ്മാനെയും മകനെയും നിർത്തി പിന്നെ അവിടേക്ക് തിരിഞ്ഞു നോക്കാതെ പോയ ഒരു വാപ്പയാണ് പിന്നെ വരുന്നത്. എന്തിന്? തന്റെ മകന്റെ തലയെറുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. ഏതൊരു മക്കളും വാപ്പയ്ക്ക് എതിരെ പറയുന്ന ഒരു സമയം, ഇത്ര കാലം എന്നെയും ഉമ്മയെയും നോക്കാതെ തിരിഞ്ഞുപോയി, ഇപ്പൊ എന്നെ കൊല്ലാൻ വേണ്ടി വരിക എന്നായിരിക്കും ഒരു പക്ഷേ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ വളർത്തിയത് ഈമാനുള്ള ഹാജറ. ഉമ്മമാര് ശ്രദ്ധിച്ചോ, ഈമാനുള്ള ഹാജറ. ആ ഹാജറിന്റെ വാക്കിൽ ഒരിക്കൽ പോലും വാപ്പക്കെതിരെ പറഞ്ഞിട്ടില്ല. ഇന്ന് പലപ്പോഴും വാപ്പയും മകനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം പരിശോധിച്ചാൽ ആ വാപ്പയുടെ കാര്യത്തിൽ ഉമ്മ പറയുന്ന ചില വാക്കുകളാണ്. ഏതായിരുന്നാലും ഹാജറിന്റെ ആ ഒരു വാക്ക്, ഹാജറിന്റെ കുട്ടിയെക്കുറിച്ചുള്ള വളർത്തൽ, അതായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ആ വാക്കുകൾ പ്രേരിപ്പിക്കാൻ കാരണമായത്. എന്നിട്ട് അദ്ദേഹം തൻ്റെ വാപ്പനോട് പറയുന്നുണ്ട്, വാപ്പ, അള്ളാഹ് എന്താണോ പറഞ്ഞത് അത് നിങ്ങൾ ചെയ്തു. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അറുക്കാൻ വേണ്ടി കിടത്തുമ്പോൾ എൻ്റെ മുഖം നിങ്ങളുടെ മുഖത്തേക്കൊരു അങ്ങനെ കിടത്തണ്ട. നിങ്ങൾ എന്നെ കമിഴ്ത്തി കിടത്തിയാൽ മതി, എൻ്റെ നെറ്റിയിലായിട്ട് കിടത്തിയാൽ മതി. എൻ്റെ പെരടിയിൽ നിങ്ങൾ അറുത്തു. കാരണം എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു വിഷമം തോന്നണ്ട. സുബ്ഹാനല്ലാഹ്, എത്ര സുന്ദരമായ വാപ്പയും മകനും. അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനുണ്ട്, എന്നാ പിന്നെ അതിന് ഞാനെതിരല്ല. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ കമിഴ്ത്തി കിടത്തി. ആ മകനെ അറുത്തു. പക്ഷേ അറുക്കുന്ന സമയത്തൊന്നും ആ മൂർച്ചയേറിയ കത്തി കൊണ്ട് മുറിച്ചിട്ടും പെരട് മുറിയുന്നില്ല. കാരണം ഏതൊരു റബ്ബാണോ തീയിന്റെ ചൂടൊഴിവാക്കി കൊടുത്തത്, അതേ റബ്ബ് തന്നെ ഈ കത്തിയുടെ മൂർച്ചയും ഒഴിവാക്കിയിട്ടുണ്ട്. കുട്ടിക്കൊന്നും പറ്റുന്നില്ല. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങോട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു ആടുണ്ടായിരുന്നു. ആ ആടിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ നാളെ നമ്മൾ അറുക്കുന്ന ഉളുഹിയത്ത്. അതാണ് ഇന്ന് പല ആളുകളും അറുക്കുന്ന ഗൾഫിലുള്ള ബലികർമ്മങ്ങളും. ഹാജിമാരാവട്ടെ അല്ലാത്തവരാവട്ടെ അവരെല്ലാം നിർവഹിക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് ഇതൊക്കെ. ഈ ഒരു സംഭവം കഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും ഫലസ്തീനിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം തൻ്റെ വീട്ടിലെത്തിയ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് 3 ആളുകൾ വരുന്നുണ്ട്. അതും ഖുർആനിൽ കാണുവാൻ സാധിക്കും. 3 ആളുകൾ വരികയാണ്, ഒരു അതിഥികളായ 3 ആളുകൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അവരെ ഒരു പരിചയവുമില്ല. ആ 3 ആളുകളും വന്നതും അവർ സലാം ചൊല്ലി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സലാം മടക്കി. നിങ്ങൾ എനിക്ക് അപരിചിതരായ ആളുകളാണെന്ന് മാത്രം പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. നേരെ ഭാര്യന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഭക്ഷണം തയ്യാറാക്കണം. നല്ല തടിച്ച ഒരു മൂരിക്കുട്ടിയെ അറുത്ത് പാകം ചെയ്ത് അവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. ആ സമയത്ത് അവരുടെ കൈകൾ അതിലേക്ക് നീട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭയപ്പെട്ടു. എന്താ ഇവര് കൈകൾ നീട്ടാത്തത്? ഞാൻ ഉണ്ടാക്കിയത് ഇവർക്ക് പറ്റിയിട്ടില്ലേ? വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അവർ പറയുന്ന ഒരു വാചകം നമുക്ക് ഖുർആനിൽ കാണുവാൻ സാധിക്കും. അവരോട് പറയാണ്, ഇലാ അഹ്ലിഹി ഫജാഅ ബി അജ്ലിൻ സബീൻ ഖാല അലാ തഅകുലു, നിങ്ങൾ തിന്നുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിനോട് പറയാണ്, വബശ്ശിറൂ ബിഗുലാമിൻ അലീം, ഞങ്ങൾ
നിങ്ങൾക്കൊരു കുഞ്ഞിൻ്റെ കാര്യം, ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ ഭാര്യ പ്രസവിക്കും. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ 100 വയസ്സാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയായ സാറാ ബീവിയെ സംബന്ധിച്ചിടത്തോളം 90 വയസ്സാ. 90 വയസ്സുള്ള സാറാ ബീവി ഉടനെ പുറത്തേക്ക് വന്നു. എന്നിട്ട് അവര് തന്റെ മുഖം ഇങ്ങനെ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇത്രയും പ്രായമുള്ള കിഴവയായിട്ടുള്ള വന്ധ്യയായിട്ടുള്ള ഞാൻ പ്രസവിക്കപ്പെടുന്നു, അതങ്ങോട്ട് പറയണേ. ആ സമയത്ത് ആ മലക്കുകൾ പറയാണ്, ഞങ്ങൾ അള്ളാഹ് ഏൽപ്പിച്ച മലക്കുകളാ, ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കപ്പെട്ടവരാ. ഈ ഒരു കാര്യം അള്ളാഹു ആണ് ഏൽപ്പിക്കുന്നത്. അള്ളാഹ് പറഞ്ഞത് തീർച്ചയായും ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഈ ഒരു ചരിത്രം പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പരീക്ഷിക്കുമെങ്കിലും അള്ളാഹുവിലേക്ക് എത്രത്തോളം അടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഒട്ടേറെ സഹായങ്ങൾ ഒരു വിശ്വാസിക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനനുസരിച്ചുകൊണ്ട് അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്ന് ദുൽഹിജ്ജ 9 നമ്മളുള്ളത്. നാളെ നമ്മളെല്ലാവരും പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കും. ഈ സമയത്തൊരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായ, നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ നമ്മളെല്ലാം ചെയ്യുന്ന കാര്യം, പക്ഷേ നീയത്തൊന്ന് ശരിയാക്കിയാൽ അതിന് പ്രതിഫലമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പെരുന്നാളിന് നമസ്കാരത്തിന് മുമ്പ് കുളിക്കുക എന്നുള്ളത്. എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു സുന്നത്ത് എടുത്തിട്ടുണ്ട് എന്ന നിയ്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ കുളിക്ക് വരെ നമുക്ക് പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത്, വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക എന്നത്, അത്തർ പുരട്ടുക, അതും സുന്നത്തായ കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തക്ബീർ ചൊല്ലുക. ഇന്ന് സുബ്ഹ് മുതൽ ദുൽഹിജ്ജ 13 അസ്ർ വരെ പ്രത്യേകം തക്ബീർ ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ ഇമാമ് ചൊല്ലുക, ബാക്കിയുള്ളവരിങ്ങനെ ഏറ്റു ചൊല്ലുക, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരേ താളത്തിലും ഒരേ രൂപത്തിലും ചൊല്ലുക, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എത്ര വേണം ചൊല്ലണോ അത് ചൊല്ലുക എന്നുള്ളതാണ്. എന്നാൽ ചില പണ്ഡിതന്മാരിങ്ങനെ 3 തവണയെങ്കിലും ചൊല്ലുക എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും തക്ബീർ ചൊല്ലുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യം. അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിനു വേണ്ടി മുസല്ലയിലേക്ക് വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസല്ല, ഈദ്ഗാഹുകൾ, അതാണ് മുസല്ല എന്ന് പറഞ്ഞാൽ, പള്ളിയിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ കാണുവാൻ സാധിക്കും, ആർത്തവകാരികളായ സ്ത്രീകൾ അടക്കം അങ്ങോട്ട് വരണം. എന്തായാലും പള്ളിയിൽ അവർക്ക് പ്രവേശനമില്ലല്ലോ. എന്നാൽ പൊതുവായ സ്ഥലമായതുകൊണ്ട് അവരും പങ്കെടുക്കണം. എന്നാൽ അവർ നമസ്കരിക്കേണ്ടതില്ല. ആ ഒരു സന്തോഷത്തിൽ, മുസ്ലിമീങ്ങൾ ഒന്നിക്കുന്ന സന്തോഷത്തിൽ അവർ പങ്കാളികളാകുക എന്നുള്ളത്. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പങ്കെടുത്ത് ആ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് പോകലല്ല, മറിച്ച് ഖുതുബ ശ്രവിക്കുക എന്നതുണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, പലപ്പോഴും ആ സമയത്താണ് നമ്മുടെയൊക്കെ പല പള്ളികളിലും അല്ലെങ്കിൽ ഈദ്ഗാഹുകളിൽ പോലും ഭക്ഷണം വിളമ്പാറുള്ളത്. അത് ഒരിക്കലും ശരിയല്ല പ്രിയപ്പെട്ടവർ, അത് ശരിയല്ല. നമ്മൾ അവിടെ ഒരു ഖുതുബ നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഭക്ഷണം വിളമ്പലും വേഗം പോയി ഭക്ഷണം കഴിക്കലും ഒന്നും ശരിയല്ല. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ നിർവഹിക്കേണ്ടത്. കാരണം ആ ഖുതുബ ശ്രവിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ കഴിഞ്ഞാൽ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു കാര്യം ദാനധർമ്മം ചെയ്തിരുന്നു. ദാനധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ദാനധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ പെരുന്നാളിൽ ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ, പക്ഷേ അതിന് നീയത്ത് കൂടി ഒന്ന് ശരിയാക്കിയാൽ ഒരു പക്ഷേ അതൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുതുബ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചിരുന്നു.
ഒരു പക്ഷെ അറിയാത്തവരായിരിക്കാം. ഒരു ഖുതുബ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിച്ചാൽ ആ ഒരു ഖുതുബ നഷ്ടപ്പെടും. എൻ്റെ വാക്കല്ല. നമ്മളിവിടെ വന്നത് എന്തിനാ? അള്ളാൻ്റെ അടുത്ത് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അള്ളാൻ്റെ അടുത്ത് കൂലി കിട്ടണമെന്ന ഉദ്ദേശത്തിലാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചിരുന്നത്, ഒരു പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ അശ്രദ്ധമായി പോയതായിരിക്കാം, വളരെ അത്യാവശ്യമായിട്ട് പറഞ്ഞതായിരിക്കാം. പക്ഷേ അത് നമ്മുടെ ഖുതുബയെ ബാധിക്കും. ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കെ മറ്റേ ആൾ പറയാണ് മിണ്ടാതെക്കെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവന്റെ ഖുതുബക്ക് വരെ ഭംഗം വരുന്നു. അപ്പം എത്ര ഗൗരവമുണ്ട് അതിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തിക്കൊണ്ടിരിക്കെ സ്വഹാബിമാരിങ്ങനെ മുന്നിലുള്ള കല്ലുകൾ ഇങ്ങനെ ആക്കാൻ തുടങ്ങിയപ്പോൾ നബി അതവിടെ നിർത്താൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പം അത്രയും ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. നമ്മൾ ഒരു പക്ഷേ അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും കുട്ടികളിലാണത് കാണാറുള്ളത്. കുട്ടികൾ കൂടി അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗ്ഗം നൽകുമാറാവട്ടെ. നമ്മൾ ഈ ലോകത്ത് എത്രത്തോളം സന്തോഷത്തിലാണോ അതിലേറെ സന്തോഷത്തിൽ നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിലെത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.